അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി. എൻ്റെ പേര് സൗമ്യ, ചങ്ങനാശ്ശേരി തുരുത്തി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ സാക്ഷ്യം പറയുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. 2018 ഞാനിവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 18 വർഷമായി. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ പറഞ്ഞറിഞ്ഞാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിഞ്ഞതും. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. ഇവിടുന്ന് കിട്ടിയ മാതാവിൻ്റെ തൈലവും തിരിയും ഉപയോഗിച്ച് ഞാനെന്നും പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷ നവീകരണ പ്രാർത്ഥനയും വൈകുന്നേരമുള്ള പ്രാർത്ഥനയും ഞാൻ ചൊല്ലുമായിരുന്നു. അതുപോലെ തന്നെ പത്രം, ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ വിതരണം ചെയ്യുമായിരുന്നു. അങ്ങനെ 2-3 വർഷം ഉടമ്പടി ഞാൻ പുതുക്കിക്കൊണ്ടിരുന്നു. അപ്പോഴൊക്കെ ഇവിടെ വരുമ്പോൾ ഓരോരുത്തർ സാക്ഷ്യം പറയും, ഞങ്ങൾക്ക് ഇത്ര വർഷമായി കുഞ്ഞുങ്ങളുണ്ടായി. അത് കേൾക്കുമ്പോൾ എനിക്ക് എന്നാണ് ഈ അനുഗ്രഹം കിട്ടുന്നതെന്ന് ഞാനെന്നും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുമായിരുന്നു. ഒരു അമ്മയാകുക എന്ന് പറയുന്നത് ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ് എന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. പലരും കുഞ്ഞുങ്ങളെയും കൊണ്ട് നടക്കുമ്പോൾ എനിക്ക് അത് കാണുമ്പോൾ സങ്കടമായിരുന്നു. എനിക്ക് ഇന്ന് ഇതുപോലെ ഒരു കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് നടക്കുവാൻ സാധിക്കും. കാരണം ഇത്രയും വർഷമായി ഇനി ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ടായിരുന്നു. ട്രീറ്റ്മെൻറ്റ് നടത്തി എല്ലാം മനസ്സുകൊണ്ട് മടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങളത് തൽക്കാലം സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നു. ഇവിടെ വരുമ്പോൾ മാതാവേ, എനിക്കും ഇതുപോലെ ഒരു അനുഗ്രഹം നീ തരണമേ എന്ന് ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് അച്ഛനെ കാണാനുള്ള ടോക്കൺ കിട്ടി. അങ്ങനെ ആ സമയത്താണ് കോവിഡ് കാരണം ഇവിടെ നമ്മൾ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്തത്. അങ്ങനെ എനിക്ക് വീണ്ടും മനോവിഷമമായി. ടോക്കൺ കിട്ടിയിട്ടും അതൊരു തടസ്സമായിട്ട് എനിക്ക് അച്ഛനെ കാണാൻ പറ്റാതെ വന്നു. അങ്ങനെ കോവിഡിൻ്റെ അതെല്ലാം കഴിഞ്ഞപ്പോൾ 2023 ഞാനിവിടെ വന്നു. അപ്പോൾ എനിക്കൊരു സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർജറിക്ക് ശേഷം ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നു. അന്ന് അച്ഛനെ കാണാനുള്ള ടോക്കൺ കിട്ടി. ഞങ്ങൾ ഉച്ചവരെ ഇവിടെ അച്ഛനെ കാണാനായിട്ട് അൾത്താരയിൽ അമ്മ മാതാവിനോട് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അച്ഛനെ കണ്ടു. അച്ഛൻ ഞങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ അച്ഛൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് ഈ അൾത്താരയുടെ മുന്നിൽ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിന് ഒത്തിരി സന്തോഷമായി. തീർച്ചയായിട്ടും അച്ഛൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോൾ എനിക്കത് സാധിക്കും എന്ന് ഒരു ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചുപോയി പ്രാർത്ഥനയും ഇവിടുന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഏപ്രിൽ മാസം അവസാനം എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ബ്ലഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. അപ്പോൾ അറിയാൻ പറ്റിയത്, ഞാൻ ഒരാളെ ചോദിച്ചു, എങ്കിലും എനിക്ക് 2 കുഞ്ഞുങ്ങളെ തന്നു. ട്വിൻസാണെന്നറിഞ്ഞു. അങ്ങനെ ഡിസംബർ 6-ാം തീയതി 2 കുഞ്ഞുങ്ങൾക്ക്, ഒരു മോനും മോളും എനിക്ക് മാതാവ് തന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. 18 വർഷമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്. 18 വർഷം കൂടിയിരുന്നുണ്ടായ കുഞ്ഞുങ്ങളാണ്. മാതാവ് ഞാൻ ഒരാളെ ചോദിച്ചപ്പോൾ എനിക്ക് 2 കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു. ഇതിന് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാകില്ല. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഉൽപ്പത്തിയുടെ പുസ്തകം 18, 13, 14 തിരുവചനങ്ങൾ. കർത്താവ് അബ്രഹാത്തോട് ചോദിച്ചു, വൃദ്ധയായ തനിക്കിനി കുഞ്ഞുണ്ടാകുമോ എന്ന് ചോദിച്ച് സാറ ചിരിച്ചതെന്തുകൊണ്ട്? കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ? നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിൻ്റെ അടുത്ത് തിരിച്ചു വരും. അപ്പോൾ സാറായ്ക്ക് ഒരു മകനുണ്ടായിരിക്കും. സൗമ്യ മോൻസി എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും മക്കളോടുമൊപ്പം ദാമ്പത്യ ജീവിതത്തിൻ്റെ 18 വർഷം കഴിയുമ്പോൾ ദൈവം അനുഗ്രഹിച്ച 2 മക്കളുമായി ഈ അൾത്താരയിൽ നന്ദി പറഞ്ഞ്
സാക്ഷ്യപ്പെടുത്തുകയാണ്. ദാമ്പത്യ ജീവിതത്തിൻ്റെ ചെറിയ കാലയളവല്ല 18 വർഷം. എത്ര വലിയ സങ്കടങ്ങൾ, ഒറ്റപ്പെടലുകൾ, കുത്തുവാക്കുകൾ, നിരാശകൾ ഒക്കെ ഈ കുടുംബത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ഉടമ്പടിയിലേക്ക് ഈ മക്കൾ വന്ന നാൾ മുതൽ പൂർണ്ണമായും അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിതത്തെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഈ മക്കൾ പങ്കുവയ്ക്കുന്നത്. 3 വർഷത്തോളം 4 വർഷത്തോളം ഉടമ്പടിയിൽ തുടർച്ചയായി നിലനിന്നതിനെ ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കോവിഡ് കാലത്ത് ഇവിടെ ഇടയ്ക്ക് വരുവാൻ പറ്റാതിരുന്നതിൻ്റെ വേദനയും മകൾ പങ്കുവയ്ക്കുന്നുണ്ട്. അമ്മയിൽ ആശ്രയിച്ച് ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിൽ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് അച്ഛൻ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഈ കുടുംബത്തെ സമർപ്പിച്ച് ഇവരുടെ ശാരീരികമായ എല്ലാ പ്രയാസങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കൊടുത്ത സന്ദേശം മക്കളുമായി വന്ന് അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുവാനാണ്. മക്കളുമായി വരിക എന്നതിൽ തന്നെ ഒന്നിലേറെ മക്കളെക്കുറിച്ച് സന്ദേശം കൈമാറുമ്പോൾ അച്ഛൻ സൂചിപ്പിക്കുന്നുവെന്ന് അർത്ഥമുണ്ട്. പ്രിയമുള്ളവരെ, ഈ അമ്മ മാതാവിൻ്റെ തിരുനട എത്ര വലിയ ജീവിത പ്രശ്നവുമായി വന്നാലും ഒരു പരിഹാരം നൽകി നമ്മളെ തിരികെ അയക്കുവാൻ കരുത്തുള്ളതാണ്, ദൈവകൃപയുള്ളതാണ്. ഓരോ ദിനവും നമ്മളിത് ആവർത്തിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന സാക്ഷ്യമാണ്. നമ്മുടെ ബന്ധുജനങ്ങളും വൈദ്യശാസ്ത്രവും നമ്മൾ തന്നെയും നമ്മുടെ ജീവിതത്തിൻ്റെ ചില മേഖലകളിൽ അവസാനം വരെ ഇട്ട് കഴിയുമ്പോൾ ദൈവം അവിടെ വീണ്ടും എഴുതി തുടങ്ങുന്നു, പുതുക്കി തരുന്നു, പ്രത്യാശ തരുന്നു, സന്തോഷം നൽകുന്നു. അമ്മ മാതാവിൻ്റെ വലിയ കൃപയുടെ സംരക്ഷണവും അനുഗ്രഹവുമാണ് ഈ അൾത്താരയിൽ വന്ന ഇതുപോലെ മക്കൾ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ കുടുംബത്തെ കൃപാസനമമ്മ ഈശോനാഥൻ അനുഗ്രഹിച്ചുവെന്ന് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുക. അമ്മയുടെ കരങ്ങളിൽ ഈ കുടുംബത്തെ സമർപ്പിക്കാം. ഈ വലിയ ദാനത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കണമേ എന്ന് അമ്മയോട് നമുക്ക് അറിഞ്ഞു പ്രാർത്ഥിക്കാം. കരങ്ങളടിച്ച് ഈ സാക്ഷ്യത്തെ സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.